കർത്താവിൽ നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അപ്പോൾ സെബദീപുത്രന്മാരുടെ മാതാവ് തന്റെ പുത്രന്മാരുടെ കൂടെ വന്ന് അവന്റെ മുമ്പിൽ യാചനാപൂർവ്വം പ്രണമിച്ചു. അവൻ അവളോട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? അവൾ പറഞ്ഞു, നിന്റെ രാജ്യത്തിൽ എൻ്റെ ഈ 2 പുത്രന്മാരൊരുവൻ നിന്റെ വലതുവശത്തും അവൻ ഇടതുവശത്തും ഇരിക്കുന്നതെന്ന് കൽപ്പിക്കണമേ. യേശു മറുപടി നൽകി, നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയും. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കും. എന്നാൽ എൻ്റെ വലതുവശത്തും ഇടതുവശത്തും ഇരിക്കാനുള്ള വരം നിങ്ങൾക്ക് നൽകേണ്ടത് ഞാനല്ല, അതിൻ്റെ പിതാവ് ആർക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നുവോ അവർക്കുള്ളതാണ്. ഇത് കേട്ടപ്പോൾ ബാക്കി 10 പേർക്കും ആ 2 സഹോദരന്മാരോട് അമർഷം തോന്നി. എന്നാൽ യേശു അവരെ അടുത്ത് വിളിച്ച് പ്രകാരം പറഞ്ഞു, വിജാതിയുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി സജീവൻ കൊടുക്കാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ. സഹോദരങ്ങളെ, സെബദീ പുത്രന്മാരായ യാക്കോബും യോഹന്നാനും അവരുടെ അമ്മയോടൊത്തു വന്ന് കർത്താവിൻ്റെ അടുക്കൽ നടത്തുന്ന അഭ്യർത്ഥന, ആ വചനഭാഗം അധികാരത്തെ സംബന്ധിച്ചും നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം പരസ്പരം പുലർത്തേണ്ട ബന്ധങ്ങളിൽ ഭരിക്കേണ്ട നീതിനിഷ്ഠമായ ആദരവ് കലർന്ന ചര്യകളെ സംബന്ധിച്ചും നമുക്ക് ആഴമായ കാഴ്ചപ്പാടുകൾ നൽകുന്നുണ്ട്. അധികാരമാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഈ വചനഭാഗത്ത് ചർച്ച ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നാം ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, കർത്താവും ശിഷ്യന്മാരും 2 തലങ്ങളിൽ ചിന്തിക്കുകയും വ്യാപരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈശോ ചിന്തിക്കുന്നത് ത്യാഗം, ശുശ്രൂഷ, ദാസ്യവൃത്തി, മോചനദ്രവ്യമായി മറ്റുള്ളവരെ വിടുതലിൻ്റെ അനുഭവത്തിലേക്ക് എത്തിക്കുക. ഈ തരത്തിലുള്ള ചിന്തകളാണ് കർത്താവിൻ്റേത്. എന്നാൽ ശിഷ്യന്മാർ നീങ്ങുന്നത് അതിൽ നിന്നും നേരെ വിപരീതമായ ചിന്തയുടെ തരത്തിലാണ്. 1-ാം സ്ഥാനം, അധികാരം, ഭരണകർത്താവ്, യജമാനത്വം, മറ്റുള്ളവരുടെ മേലുള്ള ആധിപത്യം, ഈ ചിന്തകളൊക്കെയാണ് അവരെ ഭരിക്കുന്നത്. ഈശോ ദൈവിക തലത്തിൽ നിന്നും സംസാരിക്കുമ്പോൾ കർത്താവിൻ്റെ 12 ശിഷ്യന്മാരും ലൗകിക തലത്തിലാണ് നീങ്ങുന്നത്. 2 പേര് അധികാരം സ്വന്തമാണെന്ന് കണ്ടപ്പോൾ ബാക്കി 10 പേരും ഒരുമിച്ച് അവരുടെ കടുത്ത അമർഷം പ്രകടിപ്പിക്കുന്ന അതിൻ്റെ അർത്ഥം 12 പേരുടെയും മനസ്സിലിരിപ്പ് ഒന്ന് തന്നെയാണ്. അതിൽ 2 പേർ മുൻകൂട്ടി അത് കണ്ട് കാര്യം സാധിച്ചെടുക്കുന്നതിന് പരിശ്രമിച്ചു. അതുകൊണ്ടാണ് മറ്റ് 10 പേര് കടുത്ത അമർഷം പുലർത്തിയെന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 23-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട്, പത്രോസിനോട്, നിന്റെ ചിന്ത ദൈവീകമല്ല, മാനുഷികമാണ്. അപ്രകാരം പറഞ്ഞുകൊണ്ട് ഈശോ പത്രോസിനെ ശകാരിക്കുക. ഈ 16-ാം അധ്യായത്തിന്റെ വലിയ ഒരു സവിശേഷത, പത്രോസിന് ഈശോ അധികാരം നൽകുകയാണ്. ഈ പാറമേല് ഞാൻ എൻ്റെ പള്ളി പണിയും, നരകത്തിന്റെ വാതിലുകൾ പ്രബലപ്പെടുകയില്ല, നീ ബന്ധിക്കുന്നത് ബന്ധിക്കപ്പെട്ടതായിരിക്കും,
അങ്ങനെ പറഞ്ഞ് പത്രോസിനെ വലിയ സ്ഥാനം നൽകി അംഗീകരിച്ച് ഉയർത്തി പത്രോസിന്റെ മേൽ വാത്സല്യം ചൊരിയുന്ന വചനഭാഗമാണ് 16. അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഈശോ സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്ന ത്യാഗത്തെ പറ്റി, കുരിശുമരണത്തെ പറ്റി പറഞ്ഞപ്പോൾ പത്രോസ് മുൻപനായി എന്ന് പറഞ്ഞു, ഇത് സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. തൊട്ടടുത്ത നിമിഷത്തിൽ പത്രോസിനെ വളരെയേറെ അഭിനന്ദിച്ച ഈശോ അപ്പോൾ തന്നെ പത്രോസിനെ ശകാരിച്ചുകൊണ്ട്, സാത്താനെ, നീ എൻ്റെ പിന്നിൽ നിൽക്കൂ എന്ന് പറയുകയാണ്. ബന്ധങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. പക്ഷെ ബോധ്യങ്ങൾക്കും ആദർശങ്ങൾക്കും വിപരീതമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും പെരുമാറിയ കർത്താവ് അയാളോട് കർക്കശമായ നിലപാടാണ് സ്വീകരിക്കുക. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം പത്രോസിന്റെ മനോഭാവത്തിൽ തെറ്റ് കടന്നുകൂടിയപ്പോൾ ഈശോ സാത്താനെ എന്ന് വിളിച്ച് പിറകിൽ നിൽക്കൂ എന്ന് പറഞ്ഞ്, നീ എന്നെ നയിക്കാൻ ശ്രമിക്കാതെ ഞാൻ നയിക്കുന്ന വഴിയെ വരാൻ നീ ശ്രദ്ധിക്കുമെന്ന് കർത്താവ് ഉറച്ച സ്വരത്തിൽ പറയുന്നത്. നമ്മുടെയൊക്കെ വ്യക്തിബന്ധങ്ങളിൽ നാം സൗഹൃദം ഊട്ടി ഉറപ്പിക്കുന്നത് പലപ്പോഴും മൂല്യങ്ങളും ആദർശങ്ങളും ബലി കൊടുത്തുകൊണ്ടാണ്. സൗഹൃദത്തിന്റെ ആഴം കാരണം അടുത്തു നിൽക്കുന്ന വ്യക്തി തെറ്റ് ചെയ്താൽ പൈശാചികമാണ് നിന്റെ പ്രവൃത്തി, ഞാൻ ഇതിനോട് ചേരുകയില്ല, ഇപ്രകാരം നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് നീങ്ങാൻ കഴിയില്ല, അങ്ങനെ പറയാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം നമ്മുടെ ചുറ്റിലും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈശോ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തിരുത്താൻ കർത്താവിന് ധൈര്യമുണ്ട്, തിരുത്തൽ സ്വീകരിക്കാൻ പത്രോസിന് സന്മനസ്സുണ്ട്. ഇത് രണ്ടും ജീവിതത്തിൽ ചേരണമെന്നാണ് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇന്നത്തെ തിരുവചനം അനേക ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. അതിലൊരു ചിന്ത വളരെ വേഗം നമ്മുടെ പ്രാർത്ഥന വിചിന്തനത്തിന് നമുക്ക് വിഷയമാക്കാം. ഈശോയുടെ ജെറുസലേമിലേക്ക് കയറി പോകുന്നതിനെ പറ്റി, ജെറുസലേം ഈശോയുടെ പീഡാനുഭവ, മരണ, ഉത്ഥാന, ആത്മാവിന്റെ ആഗമനത്തിന്റെ എല്ലാ സ്ഥലമാണ്. അത് വലിയ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സന്ദേശം അതിലുണ്ട്. അതുപോലെ അധികാരത്തിന് വേണ്ടി നടത്തുന്ന ശുപാർശ, അത് നമുക്ക് എപ്പോഴും എല്ലായിടത്തും കാണാൻ കഴിയുന്ന, പ്രത്യേകിച്ച് കേരളത്തിലെ ശുപാർശ കൂടാതെ ഒരു കാര്യം നടക്കുകയില്ല. മൂന്നാമത് ഈശോ പറയുകയാണ്, നിങ്ങൾ ചോദിക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. നമ്മുടെ പ്രാർത്ഥനയെ സംബന്ധിച്ചും ദൈവസന്നിധിയിൽ നാം ഉണർത്തിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും ദൈവം പലപ്പോഴും നമ്മോട് പറയുന്ന ഒരു മറുപടി ഇതായിരിക്കും. വീണ്ടും ഈശോ മനുഷ്യപുത്രൻ കുടിക്കാണ്ടിരിക്കുന്ന പാനപാത്രത്തെ പറ്റി പറയുന്നു. അതുപോലെ ശിഷ്യന്മാരും അവർ കുടിക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പ് അവർക്ക് നൽകുകയാണ്. പിതാവാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞ് ഈശോ വിധേയത്വത്തോടുകൂടി സംസാരിക്കുന്നു. അതുപോലെ ലൗകിക അധികാര ശൈലി സ്വീകാര്യമല്ല എന്ന് ഈശോ ഉറപ്പിച്ച് പറയുകയാണ്. ദാസ്യവൃത്തിയാണ് ക്രിസ്തുവിനെ സംബന്ധിച്ച് അധികാരം എന്ന വാക്കുകൊണ്ട് അവിടുന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെളിപ്പെടുത്തുകയാണ്. അതുപോലെ മോചന ദ്രവ്യമാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ഹോമിക്കപ്പെടുന്ന ജീവിതങ്ങൾ ആവണം എന്ന് ഈശോ പറയുകയാണ്. അതുപോലെ ശിഷ്യന്മാരുടെ മാനുഷിക ചിന്തയും അധികാരമോഹവും ദ്രവ്യാഗ്രഹവുമെല്ലാം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതിലൊരു ചിന്ത മാത്രം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ വിചിന്തനത്തിന് വേണ്ടി. ശിഷ്യന്മാരുടെ മാനുഷിക ചിന്ത, അത് ഇന്നും നമുക്ക് കാണാൻ കഴിയുന്ന ഒരവസ്ഥയാണ്. കർത്താവിന്റെ കൂടെ നിൽക്കുന്നവര്, കർത്താവിനോട് അടുത്ത് നിൽക്കുന്നവരൊക്കെ കർത്താവിന്റെ മനോഭാവത്തിൽ നിന്നും നേരെ വിപരീതമായ മനോഭാവം സ്വീകരിച്ച് നിൽക്കുന്നു എന്നുള്ള ഒരു വലിയ വിരോധാഭാസം, വൈരുദ്ധ്യം നമുക്ക് കാണാൻ കഴിയും. ഈശോയുടെ ചുറ്റും നിൽക്കുന്ന 12 അപ്പോസ്തലന്മാരും കർത്താവ് ചിന്തിക്കുന്നതിൽ നിന്നും നേരെ വിപരീതമായിട്ട്
ശുശ്രൂഷ എന്ന് ചിന്തിക്കുമ്പോൾ അവർ ഞങ്ങളെ ശുശ്രൂഷിക്കൂ എന്ന ചിന്ത, നൽകൂ എന്ന് ഈശോ ചിന്തിക്കുമ്പോൾ സ്വീകരിക്കണം ആവോളം എന്ന ചിന്ത, അത് ഈശോയുടെ അടുക്കൽ അന്ന് നിന്ന ശിഷ്യന്മാര് കാണിച്ച അതേ മനോഭാവം തന്നെ ഈ കാലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. കർത്താവിനോട് അടുത്ത് ബാഹ്യമായിട്ട് നിൽക്കുന്നുവെങ്കിലും മനോഭാവത്തില് ക്രിസ്തുവിൻ്റെതല്ലാത്ത മനോഭാവം സ്വീകരിച്ചിരിക്കുന്നു. നമ്മുടെ അമേരിക്കയിലെ കാർഡിനൽ ടിമോത്തി ഡോളൻ, അദ്ദേഹം പദവി ഈ അടുത്ത നാളിൽ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ പ്രധാനമായ കാര്യം, ഈ പദവി പ്രധാനമായ ഒരു കാര്യമല്ല, ഏറ്റവും പ്രധാനമായത് ടു ബിക്കം എ സെയിന്റ്, ഒരു വിശുദ്ധനാവുകയാണ് പ്രധാനപ്പെട്ടത്. അതിനുള്ള ഉത്തരവാദിത്വം എൻ്റെ മേൽ കൂടുതൽ വന്ന് ചേർന്നിരിക്കുകയാണ്. മറ്റുള്ളവരിൽ നിന്നും ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുകയല്ല, മറ്റുള്ളവർക്ക് കൂടുതൽ മാതൃക നൽകാനുള്ള, ആത്മീക ജീവിതത്തിലൂടെ പ്രചോദനം നൽകാനുള്ള വലിയ ഒരു ഉത്തരവാദിത്വം, ബാധ്യത വന്നു ചേർന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അധികാരത്തെ പറ്റി പറയുമ്പോൾ കർത്താവ് ഉപയോഗിക്കുന്ന രണ്ട് പദങ്ങൾ ദാസൻ എന്നതും ശിശു എന്നതുമാണ്. അടിമ, അതുപോലെ ചൈൽഡ്. ഈ രണ്ട് വ്യക്തികളും, അടിമയും ശിശുവും, ഇവരെ യാതൊരു അധികാരവും സ്വന്തമായിട്ടില്ലാത്തവരാണ്. ദൈവത്തിന്റെ അടിമയാണ് ഞാനെന്ന് പൗലോസ് പറയുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ പറയുന്ന സ്ഥലത്ത് മാത്രമേ ഞാൻ പ്രസംഗിക്കുകയുള്ളൂ, പോവുകയുള്ളൂ. കർത്താവിന് വേണ്ടി മാറ്റി വയ്ക്കപ്പെട്ട, കർത്താവിന്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുന്ന, സ്വന്തം ഇഷ്ടത്തിന് കർത്താവിനെ വിധേയപ്പെടുത്തുന്നതല്ല. സ്ലേവ് എന്ന പദമാണ്. അത് തന്നെയാണ് വത്തിക്കാൻ കൗൺസില് ആത്മീക ജീവിതം എന്താണെന്ന ചോദ്യത്തിന് നൽകുന്ന നിർവചനം. It is captivity to the spirit of the Lord. കർത്താവിന്റെ ആത്മാവിന്റെ ബന്ധനത്തിലാവുക, ദൈവത്തിന്റെ ആത്മാവിനാൽ ഗ്രസിക്കപ്പെടുക, ദൈവത്തിന്റെ ആത്മാവ് സമ്പൂർണമായ നിയന്ത്രണം ഏറ്റെടുക്കുന്ന അവസ്ഥയിലെത്തുക. അപ്പോഴാണ് വ്യക്തിയിൽ ആത്മീക ജീവിതമുള്ളത്. അതുപോലെ ഒരു ശിശുവിനെ സംബന്ധിച്ചും നമുക്കറിയാം, യാതൊരു അധികാരവുമില്ല. സ്വന്തമായിട്ട് ശിശുവിന് സ്ഥലമില്ല, വീടില്ല, പണമില്ല. എല്ലാം മാതാപിതാക്കളുടേതാണ്, മുതിർന്നവരുടേതാണ്. അവരുടേതെല്ലാം സ്നേഹത്തിന്റെ സ്വാതന്ത്ര്യങ്ങളും സ്നേഹത്തിന്റെ ബന്ധങ്ങളും സ്നേഹത്തിന്റെ നിർബന്ധങ്ങളും സ്നേഹത്തിന്റെ കൊടുക്കൽ വാങ്ങലുകളുമാണ്. അതിനപ്പുറത്തേക്കുള്ള അധികാരത്തിൻ്റെതായ യാതൊന്നും ഇല്ല എന്ന് എന്നേക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങളെ വളർത്തുന്ന നിങ്ങൾ ഓരോരുത്തരും അന്തര ജീവിതത്തിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈശോ ഈ രണ്ട് വ്യക്തികളെയാണ് അധികാരത്തോട് ബന്ധപ്പെടുമ്പോൾ പരാമർശിക്കുന്നത്. ഇപ്പൊ സ്വാർത്ഥ താല്പര്യങ്ങൾ സമ്പൂർണമായിട്ടും ത്യജിച്ച് കർത്താവിന്റെ മനോഭാവം പൂർണ്ണമായിട്ടും സ്വീകരിക്കണം. കർത്താവിനോട് അടുത്ത് നിൽക്കുന്നവര് കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്ന മനോഭാവവും ശൈലികളും സ്വീകരിക്കാൻ പാടില്ല. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 14 തുടങ്ങി 20 വരെയുള്ള തിരുവചനങ്ങളിൽ 4 പ്രാവശ്യം 3 വ്യക്തികളെ പറ്റി പ്രവാചകൻ വഴി ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് മുന്നറിയിപ്പ്, സന്ദേശം നൽകുന്നു. അവിടെ പ്രവാചകൻ പറയുകയാണ്, ശിക്ഷയെ പറ്റി പറയുമ്പോൾ ജനമെല്ലാം വഴിതെറ്റി നാട് നശിക്കുന്ന ഒരവസ്ഥയെ പറ്റി പറയുമ്പോൾ പ്രവാചകൻ പറയുന്ന വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ദൈവം പറയുന്ന കാര്യം. ആ ദേശത്ത് നോഹയും ദാനിയേലും ജോബും ഈ 3 വ്യക്തികൾ ഉണ്ടെങ്കിൽ അവർ മാത്രം രക്ഷപ്പെടും. ഈ 3 വ്യക്തികളെ 4 പ്രാവശ്യം ഈ 6 തിരുവചനത്തിനിടയിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. നോഹയും ദാനിയേലും ജോബും അവര് എവിടെയുണ്ടോ അവരുണ്ടെങ്കിൽ അവർ മാത്രം രക്ഷപ്പെടും. അതിന്റെ അർത്ഥം നോഹ എന്നത് നീതിയുടെ പ്രതീകമാണ്. എല്ലാ അനീതിയും അധർമ്മവും തിന്മയും നിറഞ്ഞ ഒരു ലോകത്തിൽ
ആ കളങ്കമൊന്നും മേശാതെ നീതി നിഷ്ഠമായ ഒരു ജീവിതം നയിച്ച വ്യക്തിയാണ്. നമ്മുടെ സമൂഹത്തിലെ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ നീതി നിർവഹിക്കേണ്ട, നീതി നടപ്പാക്കേണ്ട രംഗങ്ങളിലൊക്കെ എത്രയേറെ നമ്മൾ പിന്നോക്കം പോയിരിക്കുന്നു. എത്രയേറെ അനീതിയുടെ, അധർമ്മത്തിൻ്റെ, അക്ഷന്തവ്യമായ അധർമ്മത്തിൻ്റെ പാതകളിലാണ് പലപ്പോഴും നീങ്ങുന്നത് എന്ന് നമ്മൾ വലിയ ഹൃദയരഥയോടെയാണ് നമ്മൾ കാണുന്നത്. നോഹയുടെ അംശം നമ്മളിൽ തീരെയും ഇല്ലാതെ വന്നിരിക്കുന്നു. രണ്ടാമത് ജോബ് ത്യാഗത്തിൻ്റെതാണ്. നമ്മുടെയൊക്കെ ജീവിത ശൈലികളിലും മാതൃക നൽകേണ്ട ഞങ്ങളുടെ ജീവിത ശൈലികളിലുമൊക്കെ ത്യാഗത്തിന്റെ സ്ഥാനത്ത് ഭോഗത്തിനും സുഖ സൗകര്യങ്ങൾക്കും ആർഭാടത്തിനുമെല്ലാം ധാരാളം അവസരങ്ങളും വേദികളും എല്ലാം നമ്മൾ തന്നെ ഒരുക്കുന്ന ദയനീയമായ കാഴ്ച, ക്രിസ്തീയമല്ലാത്ത കാഴ്ച നാമൊക്കെ കാണുന്നുണ്ട്. അതുപോലെ ദാനിയേൽ വിശ്വസ്തതയുടെ പര്യായം, അവസാനം വരെ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുക. പ്രതിസന്ധികളുണ്ടാകും, തകർച്ചകളുണ്ടാകും, ശത്രുതയുണ്ടാകും. എല്ലാത്തിൻ്റെയും മധ്യത്തില് അഗ്നികുണ്ഡത്തിലൂടെ നടക്കേണ്ട സിംഹക്കുഴിയിൽ എറിയപ്പെടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായാലും ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ ഉറച്ചു നിൽക്കുക. ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തി, അങ്ങനെ ഒരു വ്യക്തിയാണ് ദാനിയേൽ. നമ്മുടെ ജീവിതങ്ങളിലും നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവിതങ്ങളിലും നോഹയും ജോബും ദാനിയേലും പുനർജനിക്കേണ്ടിയിരിക്കുന്നു. നമ്മളിലൂടെ അവർ ജീവിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഡോൺ ബോസ്കോയുടെ വാക്കുകളിൽ കാലുകൊണ്ട് ഭൂമിയിൽ നടക്കുകയും ഹൃദയം കൊണ്ട് സ്വർഗത്തിലായിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇത്. ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ വളരേണ്ടത്. മരുഭൂമിയിലെ വലിയ താമസശ്രേഷ്ഠനായ ആദത്തോൾ അദ്ദേഹം പറയുകയാണ്, തിന്മകളുടെ ആധിക്യം വരുമ്പോൾ അത് ശക്തമായ കൊടുങ്കാറ്റ് പോലെയാണ്. അത് വരുമ്പോൾ എല്ലാം പറന്നു പോകുന്നു. വൃക്ഷങ്ങളിലെ ഫലങ്ങളും വൃക്ഷങ്ങളും കടപുഴകുന്നു. നമ്മൾ ഇന്ന് കാതോർത്താൽ വൻ വൃക്ഷങ്ങള്, അവയുടെ വൻ ശിഖരങ്ങള് ഒടിഞ്ഞു വീഴുന്ന സ്വരം നമുക്ക് കേൾക്കാൻ കഴിയും. നന്മ പ്രതീക്ഷിക്കുന്ന, ആദർശം പ്രതീക്ഷിക്കുന്ന ജീവിതങ്ങൾ തളർന്നൊടിഞ്ഞ് നിലം പരിശാകുന്ന, താഴെ അധപതനത്തിന്റെ അടിത്തട്ടിലേക്ക് പോകുന്ന ഏറ്റവും വേദനപ്പെടുത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ആ സ്വരം നമുക്ക് കേൾക്കാൻ കഴിയും. ഈ വലിയ നോയമ്പ് നമുക്ക് ഉപവാസത്തിന്റെയും ദൈവമായ കർത്താവ് പറഞ്ഞ ആ വലിയ വ്യക്തിത്വങ്ങളെ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കി അവരുടെ ചൈതന്യം പ്രസരിപ്പിക്കുകയും ചെയ്യാനുള്ള അവസരമാണ്. നോമ്പിനോട് ബന്ധപ്പെട്ട് നാം ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനമായ ഒരു പദം ഉപവാസം എന്നതാണ്. ആ പദത്തിന്റെ മൂല അർത്ഥം വായ് മൂടുക, അല്ലെങ്കിൽ വായ അടയ്ക്കുക, മാറി നിൽക്കുക എന്നൊക്കെയാണ്. വ്യർത്ഥ ഭാഷണങ്ങൾ ഒഴിവാക്കുക, ഭക്ഷിക്കാനും പള്ളു പറയാനും ആയി വായ തുറക്കാതിരിക്കുക. അതുപോലെ നാവ് തീയാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാവരുടെയും നാവ് വെള്ളത്തിലിട്ടിരിക്കുന്നത്, എപ്പോഴും നനച്ചിട്ടിരിക്കുന്നത്. അത്രയേറെ തീയാണ്. അത് ആ വെള്ളത്തിൽ തന്നെ കിടക്കുന്നതിന് നാം അനുവദിച്ചില്ല എങ്കിൽ നമ്മുടെ കുടുംബത്തിലും നാട്ടിലും ഇടവകയിലും ഒക്കെ തീ വളർത്താൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് ഉപവസിക്കണം, വായടയ്ക്കണം എന്ന് പറയുന്നത്. അതുപോലെ മാറി നിൽക്കുക എന്നതും ഉപവാസത്തിന്റെ അർത്ഥമാണ്. തിന്മകളിൽ നിന്നും, സ്വാർത്ഥ താല്പര്യങ്ങളിൽ നിന്നും, ഗൂഢലക്ഷ്യങ്ങളിൽ നിന്നും നാം മാറി നിൽക്കേണ്ട, ദൈവത്തിന്റെ പക്ഷത്തേക്ക്, നീതിയുടെ പക്ഷത്തേക്ക്, ത്യാഗത്തിന്റെ പക്ഷത്തേക്ക്, ആ വിശ്വസ്തതയുടെ ശരിയിലേക്ക്
നാം അടുത്തു നിൽക്കേണ്ട സമയമാണ് വലിയ നോയമ്പിൻ്റെ. അതിനെല്ലാം വേണ്ട ദൈവീകമായ ചിന്താ ശൈലിയും ജീവിത രീതികളും ദൈവത്തിൻ്റെ ആത്മാവ് ധാരാളമായി നമുക്ക് നൽകട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.